കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവമക്കളിൽ അനേകരും ആഗ്രഹിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദേവദാസന്മാർ സമ്മതിക്കണമെന്നും അത് ദൈവഹിതം എന്ന് സ്ഥിരീകരിക്കണമെന്നും അവർ താല്പര്യപ്പെടുന്നു. ദേവദാസനിൽ നിന്ന് അതിൽ കൂടുതലൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും സ്ഥിരീകരണവും അവർക്ക് വേണം. അവർ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആലോചന പറയുമ്പോൾ അവർ അസ്വസ്ഥരായിത്തീരുന്നു. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അവർ, സഹോദര, ഞാൻ പ്രോത്സാഹനത്തിനും പ്രചോദനത്തിനും സ്ഥിരീകരണത്തിനുമായാണ് നിങ്ങളോട് അടുക്കൽ വന്നത് എന്ന് പറയാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സന്ദേശം തികച്ചും വ്യത്യസ്തമായിരിക്കാം. ദൈവഹിതം ചെയ്യുന്നതിന് നാം എത്രത്തോളം തുറന്നിരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ നാം മുൻവിധിയുള്ളവരാണ്. പല നൂറ്റാണ്ടുകളായി സഭയിലുള്ള പ്രശ്നം ഇതാണ്. ദൈവജനം തങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുന്ന, ആത്മീയമായി ഈ സമയത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ എവിടെയാണെന്ന് വെളിവാക്കുന്ന ഒരു പ്രവചന വചനത്തിന് തുറന്നവരല്ല. അങ്ങനെയുള്ള വചനം കൊണ്ടുവരുന്ന ദൈവദാസന്മാർ പലപ്പോഴും അവർക്ക് അസ്വസ്ഥതയ്ക്ക് കാരണം ആകുന്നു. ഈ ദൈവദാസൻ എന്തിനാണ് എൻ്റെ ജീവിതത്തെ വിധിക്കുന്നതെന്ന് തോന്നൽ അവരുടെ ഉള്ളിൽ കടന്നു വരുന്നു. അങ്ങനെ അവർ തങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് അടച്ചുപൂട്ടുന്നു. ആ ശബ്ദം വീണ്ടും തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ അനുവദിക്കുന്നതുമില്ല. ഇത് നമുക്കെല്ലാവർക്കും വളരെ സുപ്രധാനമാണ്. സങ്കീർത്തനം 139 ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകൾ ദാവീദ് പ്രകടമാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് ദൈവത്തിൻ്റെ വെളിപ്പാടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് നാം ഓർക്കണം. താൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിഞ്ഞവനും ദൈവത്തിൻ്റെ അറിവിലും അനുഭവത്തിലും കൂടുതൽ ആഴത്തിൽ കടന്നുചെന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഈ സങ്കീർത്തനം താൻ ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നു: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 139 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ നാം വായിക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിന് 23 24 വാക്യങ്ങളിൽ തുടർന്ന് നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു ഉപസംഹാരത്തിൽ, കർത്താവെ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് ശോധന ചെയ്ത് ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ദൈവം ആരാണെന്ന് അറിഞ്ഞ ഒരു മനുഷ്യൻ്റെ നിലവിളി ഇതായിരുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള ഹൃദയമാണ് ആവശ്യം. ഇന്ന് ദൈവജനത്തിനിടയിൽ അത് വളരെ വിരളമാണ്. എന്നാൽ ദൈവസഭയുടെ ഏറ്റവും വലിയ ആവശ്യം ഇതാണ്. ദൈവജനം ആത്മീയമായി എവിടെയാണെന്ന് വെളിവാക്കുന്നതും അവർ ജീവിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് എന്താണ് ദൈവം ആവശ്യപ്പെടുന്നതെന്ന് അറിയുന്നതും അവരുടെ ജീവിതത്തെ പരിശോധിക്കുന്നതുമായ ഒരു പ്രവചന വചനത്തിന് നമ്മളെ തുറന്ന് കൊടുക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ഇതിനായി തുറന്നു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിന് മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാം. തുടർന്ന് യൂദായുടെ പുസ്തകം 14-15 വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ, കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളെ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. തൻ്റെ പ്രവചനം എന്തായിരുന്നു? ഇതാ, കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ 1000 വിശുദ്ധന്മാരുമായി വരുന്നു. അവരുടെ ഇടയിൽ ഭക്തികെട്ട എല്ലാവരെയും അവരുടെ എല്ലാ ഭക്തികെട്ട പ്രവൃത്തികളെയും കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ താൻ വരുന്നു എന്ന് യൂദാ പ്രസ്താവിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നാൾ വരുന്നതായി നാം ഇവിടെ കാണുന്നു. ദൈവങ്ങളുടെ പാപങ്ങൾ എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തും. ഹാനോക്കിൻ്റെ വാക്കുകളിൽ ഒരു കാര്യം വ്യക്തമാണ്: ദൈവം സംസാരിക്കുന്ന പ്രവചന വചനം നമ്മെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ന്യായം വിധിക്കുകയും ചെയ്യും.
വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുടെ നടുവിൽ കർത്താവായ യേശു നിൽക്കുന്നതായി നാം കാണുന്നു. തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും ആയിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഈ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ സഭ തങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ പരിശോധിക്കുന്ന ഒരു വചനത്തിനായി തുറന്നിരിക്കേണ്ടതുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ നമ്മെ അന്വേഷിച്ച് കണ്ടെത്തുന്ന കർത്താവിൻ്റെ പാതയിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നിലനിർത്തുന്ന ഒരു വചനം നമുക്ക് അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ എല്ലാ പ്രവാചകന്മാരും അതാണ് ചെയ്തത്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെല്ലാം അങ്ങനെയുള്ള വചനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ വചനം നിഷേധാത്മകമായ ഒന്നായിരുന്നില്ല, അത് സ്നേഹത്തിൻ്റെ വചനമായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെ ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിൻ്റെ മകനായ ശക്രിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുടെ രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. തൻ്റെ ജനങ്ങളെ തന്നിലേക്ക് ചേർക്കുന്നതിനായി പിതാവ് പ്രവാചകന്മാരെ അയച്ചു എന്ന് താൻ വ്യക്തമാക്കുന്നു. അവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രവാചക ശക്തം ആയിരുന്നു അത്. അവരെ തൻ്റെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം അയച്ച ഒരു പ്രവചന വചനം ആയിരുന്നു അത് അവരെ മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വചനമായിരുന്നു. അത് ഒരു മനുഷ്യനിലേക്കോ ശുശ്രൂഷയിലേക്കോ ആകർഷിക്കുന്ന വചനമായിരുന്നില്ല, മറിച്ച് അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുന്ന വചനമായിരുന്നു. ദൈവജനത്തിൻ്റെ ജീവിതത്തെ തുറന്നു കാട്ടുന്ന ഒരു വചനമായിരുന്നു അത് ദൈവശബ്ദമായിരുന്നു. ആ വചനം സംസാരിച്ചതിൽ അവർ ഒരിക്കലും തെറ്റുകാരായിരുന്നില്ല. ആ പ്രവചന വചനത്തിന് നമ്മെ തുറന്നു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.